ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 1978 ചിലിയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് സാധുവായൊരു യുവതിയെ മൃഗീയമായി പീഡിപ്പിക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. അവളുടെ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം അവർ ക്രൂരമായി മുറിവേൽപ്പിച്ചിരുന്നു. ആ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ ചേർന്ന് എന്നെ ചതിക്കാമെന്ന് കരുതിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം നേതൃത്വം നൽകിയിരുന്ന ഡിറ്റക്ടർ അവളോട് ദേഷ്യപ്പെട്ടു. ഈ ഒരു ക്രൂരനായ ഡിറ്റക്ടർ തന്നെയാണ് ആ യുവതിയുടെ ഭർത്താവ് എന്നുള്ളതായിരുന്നു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. പരസ്യം തീരാതെ അയാൾ അങ്ങോട്ടേക്ക് ഭാര്യയോട് പകപോക്കുവാനായി ജുവാൻ എന്ന സ്വന്തം മകനെ കൊണ്ടുവരികയാണ്. അമ്മയുടെ ഈ ഒരു ദയനീയമായ അവസ്ഥ പാവത്താനായ ജുവാനെ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അമ്മയെ വെറുതെ വിടാനായി അവൻ പിതാവായ ഡിറ്റക്ടറിനോട് യാചിക്കുകയാണ്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ക്രൂരനായിരുന്ന അയാൾ ഹൈഡോസ് വയാഗ്ര ഇഞ്ചക്ഷൻ അവൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. പിന്നീട് അയാളും കൂട്ടാളികളും ചേർന്ന് സ്വന്തം അമ്മയെ ബലാത്കാരമായി അവനെ കൊണ്ട് ബന്ധപ്പെടുത്തുകയാണ്. ജുവാന് താഴെയുള്ള നിന്റെ മകളെയും ഞാൻ ഇപ്രകാരം തന്നെ ചെയ്യുമെന്ന് അയാൾ ഭാര്യയോട് ഭീഷണി മുഴക്കി. പിന്നീട് അയാൾ സ്വന്തം ഭാര്യയെ മകൻ്റെ മുന്നിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ക്രൂരനായിരുന്ന അയാൾ വളരെ മൃഗീയമായിരുന്നു ജുവാനോട് പെരുമാറിയിരുന്നത്. കുഞ്ഞായിരുന്ന തൻ്റെ സഹോദരിയോടും ഹീനമായ രീതിയിൽ പെരുമാറുവാൻ അയാൾ അവനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അവനെ അതിക്രൂരനായ വ്യക്തിയാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഡിറ്റക്ടറുടെ ആഗ്രഹം. അങ്ങനെയൊരു നാൾ ഡിറ്റക്ടറുടെ ശത്രുക്കൾ അയാളുടെ താവളം ആക്രമിക്കുകയാണ്. ഇരു വിഭാഗങ്ങളും തമ്മിൽ ശക്തമായ പോരാട്ടം തന്നെ അരങ്ങേറി. ഈ ഒരു പോരാട്ടത്തിനിടയിൽ വെടിയേറ്റിരുന്ന ഡിറ്റക്ടറെ ശത്രുക്കൾ കൊലപ്പെടുത്തി. ഈ ഭീതിജനകമായ രംഗങ്ങളെല്ലാം ഒളിഞ്ഞിരുന്നു കൊണ്ട് ജുവാൻ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ ജുവാനെ അവിടെ നിന്നും രക്ഷിക്കാനായി അവൻ്റെ പക്കലേക്കെത്തി. എന്നാൽ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ജുവാൻ പുറകിൽ നിന്നും അയാളെ കുത്തിവീഴ്ത്തി. കാരണം യാതനകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ അവനെയും ആ ഡിറ്റക്ടറിനെ പോലെ ഒരു ക്രൂര വ്യക്തിയാക്കി മാറ്റിയിരുന്നു. ശേഷം അവൻ അങ്ങോട്ടേക്ക് കടന്നു വന്നിരുന്നവരെയെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും കൊലപ്പെടുത്തി. പിന്നീട് കാണിക്കുന്നത് 2011 കാലഘട്ടമാണ്. ക്രൂരനായ ജുവാൻ ഇപ്പോൾ വളർന്ന് ഒരു മധ്യവയസ്കനായി മാറിയിരിക്കുന്നു. ജുവാൻ ഇപ്പോൾ 2 മക്കളുണ്ട്. മകനെയും തൻ്റെ പിതാവ് പഠിപ്പിച്ചിരുന്നത് പോലെ ദുഷ്ടനായൊരു വ്യക്തിയായിട്ടായിരുന്നു ജുവാൻ വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. അവൻ്റെ അമ്മ ജുവാൻ്റെ സ്വന്തം സഹോദരി തന്നെയാണെന്നുള്ളതായിരുന്നു ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. സഹോദരിയെ ബന്ധനസ്ഥയാക്കി ലൈംഗികമായി ഉപയോഗിക്കുന്നത് ജുവാൻ്റെ ഒരു പതിവായിരുന്നു. അതിനാൽ തന്നെ അവരുടെ 2ാമത്തെ കുട്ടി പിഞ്ചു കുഞ്ഞായിരുന്നു. മറ്റുള്ള യുവതികളെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നത് ജുവാൻ്റെയും മകൻ്റെയും ഒരു വിനോദമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ലെസ്ബിയൻസായ 2 യുവതികളെയാണ്. പിറ്റേന്നു രാവിലെ അവർ അവരുടെ കൂട്ടുകാരിയായ യുവതിയോടൊപ്പം അവളുടെ കസിനായ ആൻഡ്രിയയും കൂട്ടി ഒരു ട്രിപ്പ് പോവുകയാണ്. വളരെ സന്തോഷത്തോടെയായിരുന്നു അവരുടെ ആ യാത്ര. ആ യാത്രയിൽ വഴി ചോദിക്കാനായി അവർ പോകുന്ന വഴിയിൽ കണ്ട ഒരു ബാറിലേക്ക് കയറി. ആ ബാറിലുണ്ടായിരുന്ന ആളുകളെല്ലാം വളരെ മോശമായ രീതിയിലാണ് അവരെ വീക്ഷിച്ചിരുന്നത്. ഇതേസമയം അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ജുവാൻ യുവതികൾ പോകാനിരുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സ് മനസ്സിലാക്കി. അവർ പോകാനിറങ്ങിയ സമയത്തും ജുവാൻ അവരെ തന്നെ നോക്കി നിന്നിരുന്നത് ആൻഡ്രിയ ശ്രദ്ധിച്ചിരുന്നു. തിരികെ വന്നവർ അവിടെ ഉണ്ടായിരുന്ന യോയ എന്ന കുട്ടിയെ കൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് 2 പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ സ്ഥലം അത്ര ശരിയല്ലെന്നും ഇത് സ്ത്രീകൾക്ക് പറ്റിയ ഇടമല്ലെന്നും അതിലുണ്ടായിരുന്ന പെട്രോ എന്ന പോലീസുകാരൻ അവരെ ഉപദേശിച്ചു. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്രോ തൻ്റെ മൊബൈൽ നമ്പർ ആൻഡ്രിയയുടെ കയ്യിൽ എഴുതി കൊടുത്തു. പക്ഷേ ഇതൊക്കെ ഒരു തമാശയായിട്ടായിരുന്നു അവർക്ക് 4 പേർക്കും തോന്നിയിരുന്നത്. വീണ്ടും യാത്ര തുടർന്നവർ അല്പസമയത്തിനു ശേഷം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. അങ്ങനെ അന്നത്തെ ആ രാത്രിയിൽ അവരവിടെ അടിച്ചു പൊളിക്കുകയാണ്. ഇതേ സമയത്ത് ജുവാൻ എന്ന മനുഷ്യമൃഗം തൻ്റെ മകനുമായി അരുതാത്ത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ശേഷം ജുവാൻ തൻ്റെ ഒളി സങ്കേതത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൻ നേരെ പോയിരുന്നത് ആൻഡ്രിയയും കൂട്ടരും ടൂർ വന്നിരുന്ന
ആ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. ജൂലിയ ഡാൻസ് കളിക്കുന്നതിനിടയിൽ അവരുടെ ജനലയ്ക്ക് പുറകിലായി അവൻ പ്രത്യക്ഷപ്പെട്ടു. അപരിചിതനായ ആളെ വീടിന് സമീപം കണ്ടതോടെ യുവതികൾ ഭയന്നു വിറച്ചു. ഞാൻ അങ്ങോട്ടേക്ക് വരികയാണെന്ന് എഴുതി കാണിച്ചുകൊണ്ട് കള്ളത്താക്കോലിട്ട് ജുവാനും മകനും അകത്തേക്ക് പ്രവേശിച്ചു. ഉടൻ തന്നെ തോക്ക് കാണിച്ച് യുവതികളെ ഭീഷണിപ്പെടുത്തിയവൻ ജൂലിയയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നൃത്തം ചെയ്യിപ്പിച്ചു. പിന്നീട് അവർ അവിടെ ഉണ്ടായിരുന്ന യുവതികളെയെല്ലാം ബലമായി ബന്ധപ്പെട്ടുകൊണ്ട് നശിപ്പിച്ചു. ഇതിനിടയിൽ ജുവാന്റെ മകൻ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവതിയുടെ കവൾ ആർത്തിയോടെ കടിച്ചെടുത്തു. അങ്ങനെ ഭീകരമായ ആ രാത്രി കടന്നുപോയി. പിറ്റേന്നു രാവിലെ യുവതികളിൽ ഒരാൾ എഴുന്നേറ്റ് ജുവാൻ മേശപ്പുറത്ത് വെച്ചിരുന്ന തോക്കെടുത്ത് അവന് നേരെ നിറയൊഴിക്കാൻ ഒരുങ്ങിയെങ്കിലും അതിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് കണ്ണാടിയിലേക്ക് നോക്കിയ അവൾ ജുവാന്റെ മകൻ കടിച്ചു പറിച്ചിരുന്ന തൻ്റെ വിരൂപമായ മുഖം കണ്ടു. വിഷമത്തോടെ അവൾ ആ തോക്ക് തൻ്റെ വായിലേക്കിട്ടു. ഇതേ നേരം ക്രൂരനായ ജുവാൻ പുറകിൽ നിന്നും അവളെ വെടിവെച്ചു വീഴ്ത്തി. ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന ബാക്കി 3 യുവതികളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജുവാനും മകനും അവിടെ നിന്നും തിരികെ പോയി. ഉടൻ തന്നെ തങ്ങളുടെ കെട്ടുകൾ അഴിച്ചു മാറ്റിയ ആൻഡ്രിയയും കൂട്ടരും ഈ ഒരു ദാരുണമായ സംഭവം തങ്ങളെ സഹായിക്കാമെന്നേറ്റിരുന്ന പെട്രോ എന്ന പോലീസുകാരനെ അറിയിച്ചു. വിധിപ്പിക്കൊണ്ടവർ ചേതനയേറ്റു കിടക്കുന്ന തങ്ങളുടെ കൂട്ടുകാരുടെ മൃതശരീരം പൊതിയുകയാണ്. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നിരുന്ന പെട്രോയെ ജുവാനും മകനും കണ്ടിരുന്നു. അങ്ങോട്ടേക്കെത്തിയ പെട്രോയും ഈ ഒരു ക്രൂരമായ സംഭവം കണ്ട് ഞെട്ടിത്തിരിച്ചു. ഏറെ സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് വന്നിരുന്ന യുവതികളുടെ ദയനീയമായ ഒരു അവസ്ഥ കണ്ട് പെട്രോയുടെ കരളലിഞ്ഞു. ഇത് ചെയ്തിരിക്കുന്നത് ജുവാനും മകനുമായിരിക്കുമെന്നും നമുക്കിതിൽ ഇടപെടേണ്ടെന്നും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ പെട്രോയോട് പറഞ്ഞു. പക്ഷേ ഈ ഹീനമായ കൃത്യം ചെയ്തവരെ വെറുതെ വിടാൻ പെട്രോ ഒരുക്കമല്ലായിരുന്നു. തൽക്കാലം നമുക്കവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് പെട്രോ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനോട് പറഞ്ഞു. പക്ഷേ ഈ ഒരു സമയത്ത് ആ ബാറിന് സമീപം താമസിച്ചിരുന്ന യോയ എന്ന ചെറിയ പെൺകുട്ടിയെ ജുവാൻ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇതേ നേരം യുവതികളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോയിരുന്ന പെട്രോ എത്രയും വേഗം ബാക്കപ്പ് ടീമിനെ ഇങ്ങോട്ടേക്ക് അയക്കണമെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് സഹായം അഭ്യർത്ഥിച്ച് യോയോയുടെ പിതാവ് അവരുടെ പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുന്നത്. അയാൾ പെട്രോയോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ജുവാൻ അവിടെ അടുത്തു തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കുട്ടിയുമായി ഒളിച്ചിരിക്കുന്നതെന്ന് അയാൾ അവരോട് പറഞ്ഞു. ഉടൻ തന്നെ അയാളെയും കൂട്ടി പെട്രോ അങ്ങോട്ടേക്ക് ചെന്നു. അയാൾക്കും അവിടെ കാത്തുനിന്നിരുന്ന അയാളുടെ മകനും ഓരോ തോക്കുകൾ വീതം കൊടുത്തതിനു ശേഷം അവർ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഇരച്ചു കയറുകയാണ്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ കീഴടങ്ങാൻ തയ്യാറാണെന്ന് ജുവാൻ അവരെ അറിയിച്ചു. അത് വിശ്വസിച്ച് വിലങ്ങണയിക്കാൻ പോയ പോലീസുകാരനെ പൊടുന്നനെ ജുവാൻ കൊലപ്പെടുത്തി. ഈ ഒരു കാഴ്ച കണ്ട് കൂടെയുണ്ടായിരുന്നവരെല്ലാം ജുവാന് നേരെ വെടിയുതിർത്തെങ്കിലും ആ പോലീസുകാരൻ്റെ ശരീരം മറയാക്കി അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറിയ ജുവാൻ ക്ഷണനേരത്തിനുള്ളിൽ തന്നെ മൂവരെയും കീഴ്പ്പെടുത്തി. പിന്നീടവൻ യോയോയുടെ പിതാവിനെയും സഹോദരനെയും നിർദാക്ഷിണ്യം വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. ഈ സമയത്ത് വീണുകിടന്നിരുന്ന പെട്രോ ജുവാനു നേരെ വെടിയുതിർക്കാൻ ഒരുങ്ങിയെങ്കിലും അപ്പോഴേക്കും ജുവാന്റെ മകൻ പെട്രോയെ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ഈ ഒരു ശബ്ദ കോലാഹലങ്ങൾ കേട്ട് വാഹനത്തിലുണ്ടായിരുന്ന ആൻഡ്രിയയും കൂട്ടുകാരികളും ഭയന്നുറച്ചു. അപ്പോഴേക്കും ഛേദിച്ചെടുത്തിരുന്ന അതിലൊരാളുടെ തലയുമായി ജുവാൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആ കുട്ടിയെ തോളിലെടുത്ത് വളരെ നിസ്സാര ലാഘവത്തോടെ തന്നെ ജുവാനും മകനും അവിടെ നിന്നും നടന്നകലുകയാണ്. വേദനയോടെ ഈ ഒരു കാഴ്ച ആൻഡ്രിയയും കൂട്ടുകാരികളും നിസ്സഹായരായി നോക്കി നിന്നു. ഉടൻ തന്നെ ആ റെസ്റ്റോറൻറ്റിനകത്തേക്ക് പോയവർ വെടിയേറ്റ് കിടന്നിരുന്ന പെട്രോയ്ക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകുകയും അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. നമുക്കെങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്നും യോയോയെ രക്ഷിക്കണമെന്ന് ജൂലിയ മറ്റുള്ളവരോട് പറഞ്ഞു. ഇത് കേട്ട് നമുക്കതിന് സാധിക്കുമെന്നും ഉടൻ തന്നെ സ്റ്റേഷനിൽ നിന്നും ബാക്കപ്പ് ടീം അങ്ങോട്ടേക്ക് എത്തുമെന്നും പെട്രോ അവരെ അറിയിച്ചു.
പിന്നീട് അവർ 4 പേരും ജുവാനെ കൊലപ്പെടുത്തുവാനായി അവൻ്റെ ആ താവളത്തിലേക്ക് ചെല്ലുകയാണ്. മുന്നോട്ട് പോകുന്നതിനിടയിൽ പെട്രോയും കൂട്ടരും ജുവാൻ മൃഗീയമായി പീഡിപ്പിച്ച് ബന്ധനത്തിലാക്കിയിരുന്ന മറ്റൊരു യുവതിയെയും കൂടി അവിടെ കാണാനിടയായി. മൃതപ്രാണയായ അവൾ തന്നെ ഒന്ന് കൊന്നു തരുമെന്ന് അവരോട് യാചിച്ചെങ്കിലും ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് 4 പേരും മുന്നോട്ടേക്ക് നീങ്ങി. മുന്നോട്ട് പോകുന്നതിനിടെ കത്തിയുമായി ജുവാൻ്റെ മകൻ ജൂലിയയുടെ മുന്നിലേക്ക് ചാടി വീണെങ്കിലും അവനെ വശീകരിച്ചുകൊണ്ട് സൂത്രത്തിൽ ജൂലിയ അവനെ അടിച്ചു വീഴ്ത്തുകയും കൊല്ലാനൊരുങ്ങുകയും ചെയ്തു. ഉടൻ തന്നെ അങ്ങോട്ടേക്കെത്തിയ ആൻഡ്രിയ അത് തടഞ്ഞു. അതോടെ അവൻ ക്രൂരമായി കൊലപ്പെടുത്തിയ ബന്ധനസ്ഥയാക്കപ്പെട്ട യുവതിയുടെ മൃതശരീരം ജൂലിയ അവൾക്ക് കാണിച്ചു കൊടുത്തു. എങ്കിലും ജുവാനെ ഭീഷണിപ്പെടുത്താനായി ആൻഡ്രിയയുടെ നിർദ്ദേശപ്രകാരം അവർ അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് അവിടെ നിന്നും മുന്നോട്ട് നീങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ജുവാൻ ബോംബുമായി അവൻ്റെ ഒരു തടവുകാരിയെ അവർക്ക് മുന്നിലേക്ക് തള്ളിവിട്ടു. തൊട്ടടുത്ത നിമിഷം തന്നെ ജുവാൻ തോക്കുമായി അവരെ ആക്രമിക്കാൻ തുടങ്ങി. അതോടെ അവൻ്റെ മകനെയും താങ്ങിയെടുത്തുകൊണ്ട് അവർ 4 പേരും മറ്റൊരു റൂമിലേക്ക് ഓടിക്കയറി. അതോടെ ജുവാൻ ആ ഒരു റൂമിലേക്ക് വിഷവാതകം പ്രയോഗിക്കുവാൻ ആരംഭിച്ചു. ഉടൻ തന്നെ അങ്ങോട്ടേക്കെത്തിയ ജുവാൻ പെട്രോയെ വെടിവെച്ചു വീഴ്ത്തി. ജുവാനുമായി പോരാടുന്നതിനിടയിൽ കൂട്ടത്തിലുണ്ടായിരുന്ന കമീല എന്ന യുവതിക്ക് വെടിയേറ്റു. അതിനാൽ തന്നെ യുവതികൾ 3 പേരും പ്രാണരക്ഷാർത്ഥം അവിടെ നിന്നും ഓടിമാറുകയാണ്. അതോടെ അങ്ങോട്ടേക്കെത്തിയ ജുവാൻ തൻ്റെ മകനെ അവിടെ നിന്നും കൊണ്ടുപോയി. അല്പസമയത്തിനകം തന്നെ മാരകമായ വിഷപ്പൊക്കെ ശ്വസിച്ച് പെട്രോ മരണത്തിനു കീഴടങ്ങി. ഇതിനോടകം ബോധം തിരിച്ചു കിട്ടിയിരുന്ന ജുവാൻ്റെ മകൻ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ആൻഡ്രിയയ്ക്കും കൂട്ടർക്കും നേരെ ചാടി വീണു. യുവതികളെ അടിച്ചു വീഴ്ത്തിയവൻ തന്നെ പിടികൂടിയിരുന്ന ജൂലിയയെ തള്ളി താഴേക്കിട്ടു. പിന്നീടവൻ അടിയേറ്റു വീണിരുന്ന കമീലയെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതോടെ പൊടുന്നനെ ആൻഡ്രിയ അവിടെ കിടന്നിരുന്ന കത്തിയെടുത്ത് അവൻ്റെ കാലിലേക്കും സ്വകാര്യ ഭാഗങ്ങളിലേക്കും കുത്തിയിറക്കി. ശേഷം ഇരുവരും അവൻ്റെ പക്കൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. പോകുന്ന വഴിയിൽ അയാൾ താഴേക്ക് തള്ളിയിട്ടിരുന്ന ജൂലിയ അബോധാവസ്ഥയിൽ കിടക്കുന്നത് അവർ കണ്ടിരുന്നു. അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്കെത്തിയ ജുവാൻ മകൻ്റെ ദയനീയമായ അവസ്ഥ കണ്ട് പൊട്ടിക്കരഞ്ഞു. അവൻ വേദന തിന്നു നരകിക്കുന്നത് കാണാനാവാതെ മനസ്സില്ല മനസ്സോടെ ജുവാൻ അവനെ കൊലപ്പെടുത്തി. അതോടെ കോപാകുലനായ ജുവാൻ താഴെ വീണു കിടന്നിരുന്ന ജൂലിയയെ ബന്ധനസ്ഥയാക്കി. അവളുടെ ദയനീയമായ കരച്ചിൽ അവിടെ ഉണ്ടായിരുന്ന ആൻഡ്രിയയും കമീലയും കേട്ടിരുന്നു. ഉടൻ തന്നെ അവരിരുവരും തോക്കുമായി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ ആ ദുഷ്ടൻ മൃഗീയമായി ജൂലിയയെ കൊലപ്പെടുത്തി. ഈ ഒരു വേദനാജനകമായ കാഴ്ച കണ്ടതോടെ കമീല ജുവാൻ്റെ ദേഹത്തേക്ക് ചാടി വീണു. അതോടെ അവൻ അവളെയും കൊലപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ഇതു കണ്ട ആൻഡ്രിയ ഒട്ടും സമയം കളയാതെ തന്നെ ജുവാനെ വെടിവെച്ചു വീഴ്ത്തി. ജുവാൻ്റെ ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റിരുന്ന കമീലയെ നമുക്കെത്രയും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ആൻഡ്രിയ സമാധാനിപ്പിച്ചു. പിന്നീട് അവൾ തോക്കുമായി ജുവാൻ്റെ റൂമിലേക്ക് ചെന്നു. അവിടെ അവൻ്റെ പിഞ്ചു കുഞ്ഞും അവൻ തടവിലാക്കിയിരുന്ന അവൻ്റെ സഹോദരിയും ഉണ്ടായിരുന്നു. പരിചയത്തോടെ ആൻഡ്രിയ അവളെ കൊല്ലാനൊരുങ്ങിയെങ്കിലും അവൾ നിരപരാധിയാണെന്ന് മനസ്സിലായതോടെ ആൻഡ്രിയ അവളെ വെറുതെ വിട്ടു. പെട്ടെന്നാണ് ആൻഡ്രിയ കമീലയുടെ അലമുറയിട്ടുള്ള കരച്ചിൽ കേൾക്കാനിടയാവുന്നത്. ഉടൻ തന്നെ അവൾ അങ്ങോട്ടേക്കോടി. പക്ഷേ അവൾക്ക് കാണാൻ സാധിച്ചത് വേദനാജനകമായൊരു കാഴ്ചയായിരുന്നു. ആരോ അവളെ മൃഗീയമായി കൊന്നിരിക്കുന്നു. തൻ്റെ അശ്രദ്ധ മൂലമാണ് അവൾ മരിക്കാനിടയായത് എന്നുള്ള കുറ്റബോധത്തിൽ പൊട്ടിക്കരഞ്ഞിരുന്ന ആൻഡ്രിയയെ പൊടുന്നനെ ജുവാൻ അടിച്ചു വീഴ്ത്തി. ഉടൻ തന്നെ ആൻഡ്രിയ അവനു നേരെ വെടിയുതിർത്തെങ്കിലും അവൻ ആൻഡ്രിയയുടെ കാലിൽ മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചു. പിന്നെയും ആൻഡ്രിയ അവനു നേരെ വെടിയുതിർത്തെങ്കിലും
അവൻ അതിനെയെല്ലാം ചെറുത്തുകൊണ്ട് മുന്നോട്ടേക്ക് നിരങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആസിഡ് ബോട്ടിലുകൾ ആൻഡ്രിയയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ അവൾ അതിലേക്ക് നിറയൊഴിച്ചു. അതോടെ അതിനു താഴെയുണ്ടായിരുന്ന ജുവാൻ്റെ ദേഹത്തേക്ക് ആസിഡ് ധാരയായി ഒഴുകുവാൻ തുടങ്ങി. അങ്ങനെ ശരീരം വെന്തുരുകി ജുവാൻ എന്ന ക്രൂരൻ അവിടെ മരണമടയുകയാണ്. നിർഭാഗ്യവശാൽ ചിതറിത്തെറിച്ചിരുന്ന ആസിഡ് ആൻഡ്രിയയുടെ മുഖത്തേക്കും പതിച്ചിരുന്നു. അത് അവളുടെ ചുണ്ടിൻ്റെ ഒരു ഭാഗം പൊള്ളിപ്പോകുന്നതിനെ ഇടയാക്കി. പിന്നീട് കമീലയുടെ മൃതശരീരം നോക്കി പൊട്ടിക്കരഞ്ഞ ആൻഡ്രിയ കോപാകുലയായി ജുവാൻ്റെ പിഞ്ചു കുഞ്ഞിൻ്റെ പക്കലേക്ക് ചെന്നു. ജീവിച്ചിരുന്നാൽ നീയും അവരെ പോലെയാകും എന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ്രിയ അവൻ്റെ കുഞ്ഞിനെ കൊല്ലാനൊരുങ്ങുകയാണ്. പക്ഷേ ഈ ഒരു സമയത്താണ് പെട്രോ വിളിച്ചിരുന്ന ബാക്കപ്പ് പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവർ തോക്ക് താഴെയിടുവാനായി ആൻഡ്രിയയോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ അത് ഗൗനിക്കാതെ അവൾ ആ കുട്ടിയെ വെടിവെച്ചു കൊല്ലുകയാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ പോലീസും അവൾക്ക് നേരെ ത്വര വെടിവെക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ആൻഡ്രിയയും അവിടെ ദയനീയമായി മരിച്ചു വീണു. ഇതേ സമയം മറ്റൊരു വാതിലിലൂടെ യോയ എന്ന പെൺകുട്ടിയും ജുവാൻ്റെ സഹോദരിയും പുറത്തേക്ക് കടന്നിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് ഇരുവരും നടന്നു പോകുന്ന രംഗത്തോടെ ചിത്രം അവസാനിക്കുകയാണ്.